ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മലപ്പുറം പൂക്കോട്ടും പാടത്ത് ജനവാസ മേഖലയിൽ വീണ്ടും കരടി ഇറങ്ങിയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരമാണ് TK കോളനിയിൽ കരടി എത്തിയത്. കരടി പകൽ സമയത്ത് എത്തിയതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ. വനംവകുപ്പ് RRT നടത്തിയ തെരച്ചിലും പക്ഷേ കരടിയെ കണ്ടിട്ടുണ്ട്. റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിയുതിർത്താണ് കരടിയെ അകറ്റിയത്. കരടിയുടെ ചിത്രങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നാട്ടുകാർ അല്പം ആശങ്കയിലാണ്. അഷ്കർ അലിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, എപ്പോഴാണ് ഈ കരടി ഇറങ്ങിയത്? പകൽ സമയത്തും കരടി പ്രത്യക്ഷപ്പെട്ടു. RRT സംഘത്തിനും കരടിയെ കാണാൻ സാധിച്ചു എന്നാണ് അറിയുന്നത്. നാട്ടുകാർ അല്പം ആശങ്കയിലാണോ? അരുൺ, വലിയ ആശങ്കകൾ തന്നെയാണ് ഇപ്പോൾ ഈ പൂക്കോട്ടുംപാടം പ്രദേശത്തുള്ള ആളുകൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് TK കോളനി മേഖലയിലുള്ളവർക്ക് തന്നെ നേരത്തെയും തുടർച്ചയായി രാത്രികളിൽ കരടി എത്തുകയും മേഖലയിൽ ഭീതി പരത്തുകയും ചെയ്തിരുന്നു. അത് ജനവാസ മേഖലയിൽ എത്തുന്നു. അവിടെയുള്ള അമ്പലങ്ങളിലെ പൂജാദ്രവ്യങ്ങൾ, ശർക്കരയും നെയ്യും എണ്ണയും ഒക്കെ കവരുകയായിരുന്നു സ്ഥിരമായി കരടിയുടെ ശൈലി ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ചില വീടുകളിൽ കയറി ആക്രമിക്കാനുള്ള ശ്രമമൊക്കെ തന്നെ കരടി നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ വൈകുന്നേരം 6 മണി 6:30 സമയത്തോടെയാണ് ഈ TK കോളനി റോഡ് മുറിച്ച് കടന്നുകൊണ്ട് അവിടെ ആന്റണിക്കാട് ഭാഗത്തേക്ക് ഇത്തരത്തിൽ ഈ കരടി എത്തുന്നത്. അവിടെ കൃഷിത്തോട്ടത്തിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്താണ് ജെറിഷ് എന്ന് പറയുന്ന നാട്ടുകാരുടെ മുമ്പിലേക്ക് കരടി അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ നാട്ടുകാരെ കണ്ടിട്ട് പോലും, നാട്ടുകാർ ബഹളം വെച്ചിട്ടും കല്ലെറിഞ്ഞിട്ട് പോലും ഒരു കൂസലുമില്ലാതെയായിരുന്നു കരടിയുടെ പ്രവൃത്തി. ഒരു ഭയാശങ്കകളും ഇല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ചിതൽപുറ്റൊക്കെ നശിപ്പിച്ച് അതിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ തന്നെ സമാഹരിച്ചുകൊണ്ട് അത് ഭക്ഷിച്ചുകൊണ്ടാണ് കരടി പിന്നോട്ട് പോയത്. പിന്നീട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് RRT സംഘം ഉടൻ തന്നെ എത്തി അവിടെ പരിശോധന നടത്തിയപ്പോൾ വീണ്ടും കരടിയുടെ മുന്നിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചുകൊണ്ട് കരടിക്ക് നേരെ വെടി ഉതിർത്തുകൊണ്ടും പടക്കം പൊട്ടിച്ചുകൊണ്ടുമാണ് RRT സംഘം നിലവിൽ ആ പ്രദേശത്തു നിന്നും കരടി അകറ്റിയിരിക്കുന്നത്. പക്ഷേ വലിയ ആശങ്കയിലേക്ക് അവിടുത്തെ ജനവാസ മേഖലയിൽ ആളുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം തുടർച്ചയായി കരടി എത്തുന്നു. നേരത്തെ ഒരു തവണ ഇവിടെ നിന്നും കരടിയെ പിടികൂടി കാട്ടിലേക്ക് കയറ്റി വിട്ടതാണ്. വീണ്ടും അവിടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂട് സ്ഥാപിച്ചിട്ട് പോലും കൂടിൽ അകപ്പെടാതെ കരടി അവിടെ വിരസി നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പ്രദേശത്ത് കൂടുതൽ കൂടുകൾ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്.